പറവൂരിൽ നിന്ന് പറവൂരിൽ പക്ഷേ വി ഡി സതീശൻ ഇല്ല കേട്ടോ, ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. പക്ഷേ വി ഡി സതീശൻ ഇല്ലെങ്കിലും പറവൂരിലെ MLA ഓഫീസിൽ വലിയ തോതിൽ ജനങ്ങളുണ്ടെന്ന് നേരത്തെ ശ്യാം പറഞ്ഞു. ശ്യാം, എന്താണ് അവരൊക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ പ്രതീക്ഷിക്കുന്ന കാര്യം വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന ആ ഒരു കാര്യം, അത് എത്രയും പെട്ടെന്ന് ആ ഒരു വാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷകളോട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഭൂരിഭാഗം പേര് രാവിലെ വരുമ്പോൾ വലിയ ആളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ വൈകിട്ടായപ്പോഴത്തേക്കും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് TV കാണാൻ ഒരുപാട് പേർ അകത്ത് ഇരുന്ന് TVയും മറ്റുമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് തന്നെയാണ്, അതൊരു സംശയമില്ലല്ലോ. പിന്നെ എന്താ പറയണ്ടേ നിങ്ങൾക്ക്? എന്താ പറയണ്ടേ? വൈകാതെ വാർത്ത വരും, വൈകാതെ വരും, വൈകിയായാലും അത് തന്നെ വരും. എന്തുകൊണ്ടാണ് ഇത്ര അമാന്തിക്കുന്നത് ഈ ഒരു ഇത്? അത് അവരോട് ഇരിക്കണമല്ലോ, ഞങ്ങളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇത്രയും വലിയൊരു മാൻഡേറ്റ് തന്നല്ലേ, 102 എന്നുള്ളൊരു വലിയ സംഖ്യയിലേക്ക് നേരത്തെ അത് ഉൾക്കൊണ്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 4-ാം തീയതി റിസൾട്ട് വന്നു, 5-ാം തീയതി പ്രഖ്യാപിക്കണമായിരുന്നു. അതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നുള്ള 100% ഉറപ്പാണ്. ഈ മുറ്റത്ത് കൊലച്ചു നിൽക്കുന്ന തെങ്ങ് കൊലച്ചു നിൽക്കുന്നമാരെയാണ് വി ഡി സതീശൻ കേരളം മൊത്തം കൊലച്ചു നിൽക്കുന്നത്. ആ ജനങ്ങളുടെ വികാരമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണം. അത്രേ എനിക്ക് പറയാന്നുള്ളൂ. പക്ഷേ ഇവിടെ മാത്രമല്ല, അകത്തും കുറച്ചധികം ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ കുറച്ചധികം ആൾക്കാർ ഇവിടെ TV കാണുന്നുണ്ട്. എങ്ങനെയാണ്, ആരാകും മുഖ്യമന്ത്രി? സംശയമില്ല കാര്യത്തിനകത്ത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും, ഒരു സംശയം ആർക്കുമില്ല. വൈകാതെ ആ വാർത്ത ഇങ്ങനെ വരും. സതീശൻ സാർ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി, യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും? തീർച്ചയായിട്ടും ഉറപ്പ്, ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് മുഖ്യമന്ത്രി, ഒരു സംശയവും വേണ്ട. ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതെ, കാത്തിരിക്കുകയാണ്. എത്ര നേരം എങ്ങനെ ഇരിക്കാൻ വീട്? രാവിലെ തുടങ്ങിയിരിക്കുന്നതാണ്. കാത്തിരിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ആകാംക്ഷയുണ്ട്, ടെൻഷനുണ്ട്. ഇനി എങ്ങാനും വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വന്നാൽ അങ്ങനെ പുത്തിരി പൊട്ടും പോലെ ആ ചിരി വിടരുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. വി ഡി സതീശന് വീട്ടിൽ നിന്ന്, അതായത് ആലുവ ദേശത്ത് വീട്ടിൽ നിന്ന് അരുൺ ശങ്കർ രാവിലെ മുതൽ വി ഡി സതീശൻ പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിൽ തന്നെയാണ്, ആലുവയിലെ സ്വദേശത്തെ ജന്മദേശത്തെ പ്രവർ മണ്ഡലത്തിലെ ആലുവയിലെ വീട്ടിൽ, ദേശത്തെ വീട്ടിലാണ് വി ഡി സതീശനുള്ളത്. വി ഡി സതീശൻ ഇതുവരെയും പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് ഈ ദിവസം സംസാരിച്ചില്ല. കാത്തിരിക്കുകയാണ് ആ പ്രധാനപ്പെട്ട തീരുമാനം തനിക്ക് അനുകൂലമാണോ എന്നത് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിനൊപ്പം നിരവധി പേരുണ്ട്. ആളുകൾ ഇവിടെ കൂടുതൽ കടുതലായി എത്തുന്നു. അവിടേക്കൊരു കോൾ ഇതുവരെ വന്നതായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. അരുൺ ശങ്കർ നമുക്കുമുണ്ട്. അരുൺ, ആ സുപ്രധാനമായ കോൾ എത്തിയോ? സുപ്രധാന കോൾ എത്തിയില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ നടത്തുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം, ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക. പക്ഷേ എന്തായാലും ഇപ്പോൾ ദേശത്തെ വി ഡി സതീശന്റെ വീട്ടിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൊടികൾ വീശിക്കൊണ്ട് മുദ്രാവാക്യം വിളി തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളെല്ലാവരും ഈ മുദ്രാവാക്യം വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഏകദേശം 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ദീർഘമായ വീക്ഷണം ഇവിടെ പ്രധാനപ്പെട്ട നിശബ്ദമായിരുന്നു ഈ ഒരു പരിസരം. പക്ഷെ ഇപ്പോൾ പ്രവർത്തകർ വന്നിട്ട് കൊടി വീശുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അന്തരീക്ഷം മാറുകയാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ? സമ്മർദ്ദമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമുള്ളത്. കേരളത്തിലെ സാധാരണക്കാര പ്രവർത്തകരുടെയും ഞങ്ങളെല്ലാം ആവേശമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെന്റിന്റെ ഈ അഴിമതിയും ഇതുമെല്ലാം മാറി സംഘടനയെ ആകെ കെട്ടുറപ്പോടെ കൊണ്ടുപോകാൻ ഉള്ള ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം കേരള ജനതയുടെ ഒപ്പം നിന്നുണ്ട്. അദ്ദേഹം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനുമായാണ് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ പ്രവർത്തകരൊക്കെ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ കുന്നുകര. എപ്പോ വന്നതാ? ഞങ്ങള് ഉച്ചയ്ക്ക് വന്നതാ. ഇപ്പോഴും കാത്തിരിക്കുക? തിരിച്ചു പോകുന്നില്ല? CM-നെ കണ്ടിട്ടേ പോകുള്ളൂ. CM-നെ കണ്ടിട്ടേ പോകൂ എന്ന് പറയുന്നു. ആ നിലയ്ക്ക് വളരെ വൈകാരികമായി ആലുവ ദേശമാവട്ടെ പറവൂരാവട്ടെ വളരെ വൈകാരികമായി നിൽക്കുകയാണ്. ഇനി മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു വളരെ പ്രധാനപ്പെട്ട എസ് രാഗിന് ഇപ്പോൾ നൽകുന്ന വിവരം. സതീശനായി വീണ്ടും പുറത്ത് മുദ്രാവാക്യം വിളിയുണ്ട്. വി ഡി സതീശന്റെ വസതിക്ക് പുറത്ത്
വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം വിളി അല്ലെങ്കിൽ അനുകൂലിച്ചുള്ള മുദ്രാവാക്യം വിളി ഉണ്ട് എന്നതാണ് എസ് രാഗൻ നൽകുന്ന വിവരം. മാത്രമല്ല തീരുമാനമാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. മറ്റൊരു തീരുമാനമാണെങ്കിൽ അത് ഇപ്പോൾ എന്നോടൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ മെസ്സേജ് അയച്ചത് മറ്റൊരു തീരുമാനമാണെങ്കിൽ അത് 9 മണി കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് KCO RCO ആണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം കൂടി ഹൈക്കമാൻഡ് കണക്കിലെടുക്കും. സ്വാഭാവികമായി എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചായിരിക്കുമല്ലോ സ്വാഭാവികം ഇത്ര ദിവസം വൈകി ഒരു തീരുമാനം വരുന്നുവെന്ന് പറഞ്ഞാൽ ചർച്ച ഇവിടെ കഴിഞ്ഞു, നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട നേതാക്കളോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ഫയൽ ഹൈക്കമാൻഡ് ഓപ്പൺ ചെയ്തെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട മറ്റു ചില സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.